ഈ ഹിരൺദാസ് മുരളിയിൽ നിന്ന് വേടൻ എന്ന പേരിലേക്ക് അറിയപ്പെടണം എന്നുള്ളത് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗം കൂടിയാണല്ലോ, അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് ഈ പേര് മതി. ഞാൻ ആ പേര് ശ്രദ്ധിക്കുമ്പോഴാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നതാണ്, ഞാനത് തുടർന്ന് ചോദിക്കുക. വേടൻ എന്നുള്ളത് ഒരേ സമയം വല വിരിക്കാൻ പോകുന്ന ആളാണ്, അതേസമയം വേടൻ വേട്ടയാടാൻ പോകുന്ന ഒരാളാണ്. പക്ഷികളെ അമ്പെയ്ത് കൊന്നതും വേടനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, പാടി കേട്ടിട്ടുള്ളത്. അപ്പോൾ വേടനിലൊരു വേട്ടക്കാരനുണ്ട് എന്ന് പറയാറുണ്ട്. പുരാണങ്ങൾ എഴുതിയതും വേടനാണ്, അതും വേടനാണ്. അപ്പം വേടൻ ഇരയാണോ വേട്ടക്കാരനാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ പക്ഷേ അത് രണ്ടുമാണല്ലോ, ഇരയുമാണ് രണ്ടുമാണല്ലോ. ഇത് മനുഷ്യരങ്ങനെയാണല്ലോ. നമ്മളൊരു എന്താണ് അതിനെ പറയാ, ഫുഡ് സർക്കിളിൽ എന്താണ്, അതായത് ഭക്ഷ്യ സംക്രമണ വ്യവസ്ഥ അല്ലേ? അതെ അതെ. മനുഷ്യനെ തിന്നുന്ന പുലിയും കടുവയൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായി. അപ്പൊ വേട്ടക്കാരൻ, ഞാൻ എന്റെ ആർട്ട് ചെയ്യുക, അതെ ആഹാര ശൃംഖല. അപ്പൊ ഞാൻ ആ സിസ്റ്റത്തിനകത്ത് പെടുന്നു എന്ന് മാത്രമല്ലോ. ഞാൻ വേട്ടയാടുകയും ചെയ്യും, വേട്ടയാടപ്പെടുകയും ചെയ്തേക്കാം. ഞാൻ ഒരുപാട് തവണ അത് ലൈക്ക് ഇതേ സർക്കിൾ എൻ്റെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വീണിട്ടുണ്ട്, ഞാൻ വീണ്ടും എനിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷെ മരിക്കണവരെ ഇത് ഈ പണി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഈ വേട്ടക്കാരനായിട്ടും പറഞ്ഞപ്പോഴാണ് എല്ലാ മനുഷ്യരിലും ഈ ഇരയും വേട്ടക്കാരനും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. സാഹചര്യങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഇരയാവുകയും ചിലപ്പോൾ അവൻ തന്നെ അതിൽ വേട്ടക്കാരനാവുകയും ചെയ്യും അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോൾ സവർണനാണ് അവർണനാണ് എന്ന തരത്തിലുള്ള വിഭജനം ഉണ്ടാകുമ്പോഴും സവർണൻ യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് സവർണനാവുന്നത്. ആണ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഇതൊരു വ്യക്തികൾക്കെതിരെ നടത്തുന്ന ഒരു പോരാട്ടമേ അല്ല. ഇത് സംഘടിതമായി നിലനിൽക്കുന്ന ചാതുർവർണ്ണയത്തിനെതിരെ, നമ്മൾ അതേ ചാതുർവർണ്ണയത്തിനെതിരെ നമ്മളെല്ലാവരും സംഘടിച്ചിട്ട് അതിനെതിരെ പോരാടുക എന്നുള്ളതാണ്. സമത്വത്തിന് വേണ്ടിയാണ് നമ്മൾ സമത്വവാദികളാണ് എന്നാണ്, ഞാൻ സമത്വവാദിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ പോരാടുന്നു. നമ്മൾ ഈ പറയുന്ന ഒരു, ഞാൻ വേദികളിൽ കയറി തെറി വിളിക്കുന്നു, പാട്ടിലൂടെ തെറി പറയുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഒരു വ്യക്തിയെ തെറി വിളിക്കുന്നതല്ല, ഞാൻ ആ സിസ്റ്റത്തെയാണ് തെറി വിളിക്കുന്നത്. കാരണം ആ സിസ്റ്റം ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഈ സവർണതയുടെ പേരും ചാതുർവർണ്ണയത്തിൻ്റെ പേരും പറഞ്ഞ് ജാതീയമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹികപരമായി അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഇടത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു അപകടം പിടിച്ച്, അതായത് നമ്മൾ ഭയങ്കര വിസിബിളായി ജാതി പറയുകയും ജാതിവാല് പേരിൽ വെച്ച് നടക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ജാതിയൊക്കെ ഉണ്ടോ, ഇവിടെ ജാതിയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്, ഇവിടെ നമുക്ക് വേറെ എന്തോരൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരും കൂടിയുള്ള സമൂഹമാണുള്ളത്. ഈ വേടൻ, ഞാൻ ആ പേരിലേക്ക് വന്നത്, വേടൻ എന്ന പേര് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? സ്കൂളിൽ പോകുന്ന സമയത്ത് അത് വിളിച്ചിട്ടാണോ ഇത് തിരിച്ചറിയുന്നത്? അല്ല, എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഈ പേരുണ്ട് എനിക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കിൽഡ് ആണ് ചെറുതായിട്ട്. ഈ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുക, മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. കൂട്ടുകാരാണ് വിളിച്ചത്? നമ്മുടെ അവിടെ ഇപ്പോൾ സ്നേഹത്തോടെ വിളിച്ചതാണ്. സ്നേഹത്തോടെ വിളിച്ചതാണ് ആ പേര്. പിന്നെ ഈ പേര് അങ്ങോട്ട് ലൈക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാനും, പിന്നെ എൻ്റെ പേര് ആർക്കും അറിയില്ല. എൻ്റെ സ്കൂൾ ഒരു ഗ്രാമത്തിൽ തന്നെയാണ്, തിരൂർ സെൻറ് തോമസ് സ്കൂളിലാണ് ഞാൻ ഒരുപാട് കാലം പഠിച്ചത്. അപ്പോൾ അത് നമ്മുടെ ഗ്രാമത്തിന് അടുത്ത് തന്നെയുള്ള സ്കൂളാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാ പിള്ളേരും അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വിളിച്ച് ആ സ്കൂൾ മൊത്തം എന്നെ വേടൻ എന്നാണ് വിളിക്കുക. ഞാൻ മോഡൽ ബോയ്സിൽ പോയപ്പോഴും അവിടെ എൻ്റെ പേര് വേടൻ തന്നെയാണ്. ഞാൻ കുറുക്കഞ്ചേരി SNL പഠിച്ചിട്ടുണ്ട് കുറേ കാലം, അവിടെ എൻ്റെ പേര് വേടൻ. പിന്നീട് അതൊരു പ്രതിഷേധത്തിൻ്റെ പേര് കൂടി ആവട്ടെ, ഞാൻ ആ പേരിൽ അറിയപ്പെടാനും എൻ്റെ പാട്ടും ബാൻഡും അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ കാസ്റ്റ്ലെസ് കളക്റ്റീവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമല്ലോ. ഞാൻ ആദ്യം വേറെ പേരൊക്കെ ഇട്ടാലോ, എന്താണ് ആദ്യത്തെ പേര് വിചാരിച്ചത്? ഞാൻ ഇങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഈ പേര് മാറ്റേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നുള്ള കാര്യത്തിലൊക്കെ. പക്ഷെ വേടനെതിരെ എന്തോ ആർക്കോ കേസൊക്കെ കൊടുക്കാൻ പോകുന്നത് അത് നമ്മുടെ ഇവരായിരുന്നു അവരോട് സംസാരിച്ച് തീർപ്പായോ? വക്കീൽ. ഇല്ല, കുഴപ്പമൊന്നും. അതെന്താണെന്ന് എനിക്കറിയില്ല. അവരെന്തോ തെറ്റിദ്ധാരണയായിരിക്കും.